നമസ്കാരം. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ കാര്യത്തിൽ കേരളം ഇപ്പോൾ വന്നു നിൽക്കുന്നത് എവിടെയാണ്? 2025 ആദ്യ 7 മാസം മാത്രം 1753 ബലാത്സംഗ കേസുകളാണ് ഇവിടെ ഉണ്ടായത്. സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന് 2423 കേസുകൾ, മോശം വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ച കേസുകൾ മാത്രം 566, ഭർത്താവും ബന്ധുക്കളും നടത്തിയ അതിക്രമങ്ങൾ 2496, മറ്റ് അതിക്രമങ്ങൾ 3720. ഇത് ഈ 2025 രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം മാത്രമാണ്. അതായത് ഒരു നിവൃത്തിയുമില്ലാതെ സഹികെട്ട് ഇരകൾ നൽകിയ പരാതികളുടെ എണ്ണമാണിത്. അവിടെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾ ഒരു ജനപ്രതിനിധിയാണ് എന്നതുകൊണ്ടാണ്. ഇതുപോലെ കൊമ്പത്തിരിക്കുന്നവർ തോന്നിയാസം കാണിച്ചാൽ താഴെ തട്ടിലുള്ളവർ എന്തു ചെയ്യും എന്നതിന്റെ ഉദാഹരണമാണ് ഈ വർഷം മാത്രം രജിസ്റ്റർ ചെയ്ത 1753 ബലാത്സംഗ കേസുകൾ. MLA-യെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രതിയാക്കിയതാണ് എന്ന് വാദിക്കുന്ന UDF കൺവീനർ ഉള്ള നാടാണ്. അവിടെ ഇങ്ങനെ പലതും നടക്കും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആരുടെ MLA? രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇതോടെ ഇപ്പോൾ കോൺഗ്രസിന്റെ MLA അല്ല. ആ MLA പാലക്കാട് പോയിട്ട് ആഴ്ചകളായി. കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. അവിടെ C. കൃഷ്ണകുമാറോ P. സരിനോ വേണ്ട, രാഹുൽ മതി എന്ന് തീരുമാനിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പാലക്കാട്ടുകാർക്ക് ആളുമായി ഒരു മുൻപരിചയവുമില്ല. യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ള പരിചയം മാത്രമാണുള്ളത്. അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസിൽ നിന്ന് MLA സ്വയം രാജിവെച്ചു. കോൺഗ്രസിൽ നിന്ന് MLA-യെ പുറത്താക്കി. പിന്നെ പാലക്കാട്ടുകാർ എന്തിനാണ് ഇങ്ങനെ ഒരാളെ വഹിക്കുന്നത്? MLA-ക്കെതിരായി പ്രചരിച്ച തെളിവുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയതാകാം എന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് MP പറയുന്നത്. അത് അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസങ്ങളായിട്ടും എന്തുകൊണ്ടാണ് കോടതിയിൽ പോകാത്തത്? വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചതിന് ഉത്തരവാദികളെ പ്രോസിക്യൂട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഒന്നും വേണ്ട, വ്യാജ ശബ്ദരേഖയാണെങ്കിൽ അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പോലീസിൽ ഒരു പരാതി നൽകാത്തതെന്തേ? MLA നിരപരാധിയാണെങ്കിൽ UDF-ന് കൊടുത്തുകൂടെ ഒരു കേസ്? അങ്ങനെയല്ലേ കുറ്റവിമുക്തനാകേണ്ടത്? ഇപ്പോൾ UDF നേതാക്കൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് അടഞ്ഞ അധ്യായം എന്നാണ് അവരെല്ലാവരും പറയുന്നത്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അധ്യായം അടയ്ക്കേണ്ടത്? അത് ഇരയാക്കപ്പെട്ട വനിതകളാണ്. അവർ ഒരാളെങ്കിലും ഇതൊരു അടഞ്ഞ അധ്യായമാണെന്ന് പറയുകയുണ്ടായോ? ഒന്നും രണ്ടുമല്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന മട്ടിൽ 5 കേസുകൾ എങ്കിലും ഇപ്പോഴില്ലേ? ഗർഭഛിദ്രം നടത്തി എന്ന് പറയുന്നത് തന്നെ 2 എണ്ണമാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. 2 ഗർഭഛിദ്രവും ബംഗളൂരുവിൽ വെച്ച് നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. ഗർഭഛിദ്രം നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ പുരുഷൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. പ്രണയിനിയായിട്ടല്ല, ലൈംഗിക ഉപകരണമായിട്ടാണ് സ്ത്രീയെ കണ്ടത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇത് സ്ത്രീകൾക്കെതിരായ വലിയ അതിക്രമമാണ്. കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന സ്ത്രീയെയാണ് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുറ്റകരമാകുന്നത്. കുഞ്ഞിനെ വേണ്ട എന്ന് സ്ത്രീകൾ ആഗ്രഹിച്ചാൽ അത് ശാരീരികമായ കാരണങ്ങൾ കൊണ്ടാകും. എന്നാൽ ഇവിടെ സംഭവം നേരെ തിരിഞ്ഞാണ്. അതുകൊണ്ടാണ് ഗർഭഛിദ്രം കുറ്റകരമാകുന്നത്. ബലാത്സംഗത്തിലൂടെ ഗർഭിണിയാക്കുന്നവർക്ക് പോലും ഗർഭഛിദ്രം കോടതികൾ അനുവദിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ അത്ര വലിയ കുറ്റം ചെയ്തു എന്ന ആരോപണം നേരിടുന്നയാളാണ് ഇപ്പോൾ MLA ആയി തുടരുന്നത്. MLA-ക്കെതിരായ കേസുകളെ നിസ്സാരവൽക്കരിക്കാൻ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചു കാണുന്നുണ്ട്. അതിൽ പ്രധാനം ഇത്തരം ഒരു കേസിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ആളാണോ എന്ന ചോദ്യമാണ്. ആദ്യത്തെ എന്നല്ല, ആരോപണം ഉയർന്ന ആ ദിവസത്തെ പോലും ആദ്യത്തെ ആളാകണമെന്നില്ല. കഴിഞ്ഞ വർഷം, അതായത് 2024 മാത്രം സ്ത്രീകൾക്കെതിരെ ഉണ്ടായ അതിക്രമ കേസുകൾ 18,887 ആണ്. 2023 18,980 കേസുകൾ, 2022 18,943 കേസുകൾ. കഴിഞ്ഞ 3 വർഷവും 18,000 കേസുകളിൽ അധികമാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. ഒരു ദിവസം കുറഞ്ഞത് 50 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം മാത്രമാണ്. പുറത്തു പറയാത്തവ ഇത്ര തന്നെ കാണുമെന്നാണ് വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങളിൽ പറയുന്നത്.
സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇവിടെ ഈ വർഷത്തെ ആദ്യ 7 മാസം മാത്രം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം നോക്കുക. 11,036 കേസുകളാണ്. സ്ത്രീകളെ ഏറ്റവും മോശമായി കാണുന്ന വേറൊരു നാടുണ്ടാകുമോ? ഈ നാട്ടിലെ MLA പോലും ഇത്തരത്തിൽ സ്ത്രീകളുടെ അന്തസ്സ് ഹനിക്കുന്നയാളാണെന്ന് വരുന്നത് ഈ നാടിന് ഒരിക്കലും ഭൂഷണമല്ല. ഈ MLA മാത്രമല്ല, സ്ത്രീകൾക്കെതിരായി അതിക്രമം കാണിച്ച മറ്റ് MLA-മാരും രാജിവെക്കുക തന്നെ വേണം. ഇവരെ ഒന്നും വഹിക്കേണ്ട ബാധ്യത ഈ നാടിനില്ല. എത്ര ആരോപണം നേരിട്ടാലും 1-2 ആഴ്ച കൊണ്ട് അത് തണുക്കുമെന്നാണ് പൊതുരാഷ്ട്രീയ വിശ്വാസം. പിന്നെ പതിവ് പോലെ MLA ആയി തന്നെ നടക്കാനും നിൽക്കാനും കഴിയും. അങ്ങനെ ഒരു സ്വാഭാവിക പരിണാമത്തിന് കാത്തു നിൽക്കുകയാണ് മുന്നണി. രാഷ്ട്രീയത്തിൽ എക്കാലത്തേക്കുമായി പുറത്താക്കലും പുറത്തു പോകലുമില്ല എന്നാണ് ഇവിടെ പറഞ്ഞു പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഒന്ന് മങ്ങിയാലും പിന്നെയും ലൈറ്റും തെളിച്ചു വരുന്ന അനേകരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ പൊതുജീവിതത്തിൽ നിന്ന് ധാർമ്മികത ചോർന്നു പോകുന്നത് അങ്ങനെയാണ്. അഴിമതി നടത്തിയവർക്കും ബലാത്സംഗ കേസിലെ ആരോപണ വിധേയർക്കും സ്ത്രീകളെ അപഹസിക്കുന്നവർക്കുമെല്ലാം ഒരു കാര്യം അറിയാം: തിരിച്ചു വരാൻ വേറെയും വഴികളുണ്ടെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴുയർന്ന പരാതികൾ ഗൂഢാലോചനയിലൂടെ പുറത്തു വന്നതല്ല. അനഭിലഷണീയമായ സന്ദേശങ്ങൾ കിട്ടിയ ഒരാൾ അത് തുറന്നു പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. പീഡകർ ഹൂ കേഴ്സ് എന്ന് ചോദിച്ച് നടക്കുകയല്ലേ എന്നാണ് ഈ സമൂഹത്തോട് ആ യുവതി പറഞ്ഞത്. അതോടെയാണ് ഒന്നും രണ്ടുമല്ല, ഇരകൾ വേറെയുമുണ്ടെന്ന് വെളിപ്പെട്ടത്. ഒരു സീരിയൽ ഓഫൻഡറെ ഇനിയും വഹിക്കാൻ മാത്രം ഈ നാട് അധപ്പതിച്ചിട്ടില്ല എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.